Hi everyone. Today's video we are going to discuss about CUET PG. കഴിഞ്ഞ വർഷം ജൂൺ 2023 നടന്ന CUET PGയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. Let's get into the video. A type of leader who allows group members to get on with the task at hand without interference is referred as. ഇതൊരു ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ലീഡർ അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒരു ടാസ്കിൽ എക്സൽ ചെയ്യാൻ ഏൽപ്പിച്ചു. ലീഡർ അതിൽ ഇടപെടൊന്നുമില്ല. ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവരുടെ ഡെസിഷൻസ് പറയാം, അതിനനുസരിച്ച് തീരുമാനം എടുക്കാം. ഈ ഒരു സ്റ്റൈലിനെ പറയുന്ന പേരിനെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ലേസേഴ്സ് ഫെയറി എന്നുള്ളതാണ്. എ ടൈപ്പ് ഓഫ് ലീഡർ ഹു അലൗസ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു പ്രൊസീഡ് വിത്ത് എ ടാസ്ക്. ഒരു ടാസ്ക് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നു. ലീഡർ അതിൽ ഇടപെടുന്നില്ല. അതേപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ലേസേഴ്സ് ഫെയറി. അതിന് മറ്റൊരു പേരാണ് ഫ്രീ റീൻ ലീഡർഷിപ്പ് സ്റ്റൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബുക്ക് ഓഫ് ലോ ക്വാളിറ്റി പ്രൊഡ്യൂസ്ഡ് ക്വിക്ക്ലി ടു ഗെറ്റ് മണി. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അതിനെ പറയുന്ന പേരാണ് പോട്ട് ബോയിലർ. മാച്ച് ദ ഫോളോയിങ്. ജൂഡോ ഈസ് ഈക്വൽ ടു മെയ്റ്റ്. ജൂഡോയിൽ ഈ ടൈം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മത്സരം നടക്കുന്നതിനിടയിൽ റഫറി പറയുകയാണ് മെയ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നു. വിച്ച് മീൻസ് സ്റ്റോപ്പ് ഓർ വെയിറ്റ്. അതായത് മാച്ച് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്ന ടേമാണ് ജൂഡോയിൽ, ഫൈറ്റ് നിർത്താൻ വേണ്ടിയിട്ട്. Then above, judo is equal to mate, and basketball is equal to 3-pointer, kabaddi lona, and tennis ace. Uttaram A2, B4, C1, and D3 ace. Okay. Next question. Sodium, potassium, and chlorine collectively termed as electrolytes. Sodium, potassium എന്ന് പറയുന്നത് electrolytes ആണ്. Electrolytes എന്ന് പറയുന്നത് ions. ഇലക്ട്രിക്കൽ ചാർജ് ക്യാരി ചെയ്യുന്ന അയോൺസ് ആണ്. ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവർക്കുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ബാലൻസ്, നെർവ് ഫങ്ഷൻ, മസിൽ കോൺട്രാക്ഷൻ, അതൊക്കെയാണ്. Then next question. Which Greek physician was first to study therapeutic gymnastics or gymnastics? ആൻസർ എന്ന് പറയുന്നത് ദ ഗ്രീക്ക് ഫിസിഷ്യൻ ക്രെഡിറ്റഡ് ആസ് ദ ഫസ്റ്റ് പ്രാക്ടീസ് തെറാപ്റ്റിക് ജിംനാസ്റ്റ് മെഡിസിൻ ഈസ് നോൺ ആസ് ഹെറോഡിക്കസ്. ഹെറോഡിക്കസ് ആണ് ഗ്രീക്ക് ഫിസിഷ്യൻ തെറാപ്റ്റിക് ജിംനാസ്റ്റിക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അത് പഠിച്ചത്. ഓപ്ഷൻ സി. Which of the following is a part of axial skeleton? Which of the following is not a part of axial skeleton? Not a part of axial skeleton. Pelvic girdle axial skeleton അല്ല എന്നാണ് പറയുന്നത്. vertebral column axial skeleton ആണ്. thoracic cage axial skeleton ആണ്. അതേപോലെ സ്കള്ളും axial skeleton ആണ്. There are two skeleton types: axial skeleton, appendicular skeleton. Next question. Statement wise question. Foot moving towards anterior surface of the leg is dorsiflexion. Dorsiflexion, as you can see in the slide. And foot moving towards posterior surface of the leg is plantar flexion. നിങ്ങൾക്ക് ഇവിടെ ഡോർസിഫ്ലെക്ഷനും പ്ലാന്റാർ ഫ്ലെക്ഷനും കാണാം. അപ്പോൾ ആൻസർ ഈസ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദ മൂവ്മെൻറ്റ് വേർ ഫുഡ് ബോട്ട് ക്ലോസർ ടു ദ ഷിൻ ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ ലെഗ്. കാല് ഇങ്ങനെ മേലേക്ക് ആക്കുന്നതിന് ഡോർസിഫ്ലെക്ഷൻ എന്നും പറയും. ദ മൂവ്മെൻറ്റ് ഇൻവോൾവ്സ് പോയിൻറ്റിങ് ഡൗൺവാർഡ്സ് ടുവാർഡ്സ് ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ലെഗ് ഈസ് നോൺ ആസ് പ്ലാന്റാർ ഫ്ലെക്ഷൻ. So answer is A. Whenever two objects collide, the force generated is known as. രണ്ട് ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റ് കൊളൈഡ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, ജനറേറ്റ് ആവുന്ന ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് ഇമ്പാക്റ്റ് ഫോഴ്സ്. Which of the following factors need to be considered when individualizing pre-competition meal? Pre-competition meal എന്ന് പറയുമ്പോൾ ഒരു അത്ലറ്റ് മത്സരിക്കാൻ പോകും, അതിന് മുൻപ് കഴിക്കുന്ന മീലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യെസ്, അത്ലറ്റ്സ് ഫുഡ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ ഒരു അത്ലറ്റ് എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ തന്നെ. ടൈലറിംഗ് ദ മീൽ പ്ലാൻ അലൈൻ അത്ലറ്റ്സ് ഫുഡ്, അത്ലറ്റ്സിന് താല്പര്യമുള്ള ഫുഡ് എൻഷേഴ്സ് ബെറ്റർ അദറൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അത്ലറ്റ്സിന് മുന്നേ കഴിച്ച് പരിചയമുള്ളതും സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ. രണ്ടാമത് ഡൈജസ്റ്റബിലിറ്റി ഓഫ് ഫുഡ്, ആ ഫുഡ് പെട്ടെന്ന് ദഹിക്കുന്നതാവണം. ഡൈജസ്റ്റീവ് ഡിസ്കംഫർട്ടും ഒന്നും പാടില്ലാത്ത തരത്തിലുള്ള ഫുഡ് വേണം കൊടുക്കാൻ. പിന്നെ പ്രീ കോമ്പറ്റീഷൻ മീൽ ടൈമിംഗ്, അതായത് ഒരു ഇവൻറ്റിൻ്റെ മുന്നേ എത്ര മിനിറ്റ് മുന്നേ, അതായത് 1.5 മണിക്കൂർ മുന്നേ കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾസ് പറയുന്നത്. ടൈം ഈസ് ക്രൂഷ്യൽ ടു എൻഷുർ ദ അത്ലറ്റ്സ് ഹാവ് സഫിഷ്യൻറ്റ് എനർജി വിത്തൗട്ട് ഫീലിംഗ് ടു ഫുൾ ഡ്യൂറിങ് ദ ഇവൻറ്റ്. അതായത് അത്ലറ്റ്സിന് എനർജി വേണം, പക്ഷെ ഭയങ്കര ഫുള്ളായിട്ട് തോന്നരുത്. സോ ദ ആൻസർ ഈസ് എ, then D, then E. ADE. Arrange the hierarchy of needs given by Maslow's 1954 in order of priority. Hierarchy of needs, Maslow's. ഇതിൽ ആദ്യം വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സിൽ പറയുന്നതാണ് നമ്മുടെ വേസ്റ്റ് റിമൂവൽ, ബയോളജിക്കൽ നെസസിറ്റീസ്, വാട്ടർ, ഷെൽട്ടർ, ഫുഡ്, അതേപോലെ നീഡ് ഓഫ് സർവൈവൽ, അങ്ങനത്തതൊക്കെ. രണ്ടാമത് വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്, അതായത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണമെന്നുള്ള. പിന്നെ സോഷ്യൽ നീഡ്സ്, അതിൽ വരുന്നതാണ് റിലേഷൻഷിപ്പ്, അങ്ങനത്തതൊക്കെ. പിന്നെ ഇൻ്റലക്ച്വൽ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ, അങ്ങനത്തത്. So the answer is DACBE. DACBE. Next question. Arrange the following actions involved in writing research report in subsequent order. ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന്, അതായത് നമ്മളൊരു പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് അതൊരു റിസർച്ച് ആവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ പേരിൽ റിസർച്ച് ചെയ്യുന്നത്. അതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ നടത്തിയിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. സോ ഒരു റിസർച്ച് ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഉള്ള റിസർച്ച് റൈറ്റിംഗ് റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്, അതിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നോക്കുന്നു, പിന്നെ നമ്മൾ ഹൈപ്പോത്തീസിസ് ഫോം ചെയ്യുന്നു, ദെൻ ഡാറ്റ കളക്ഷൻ, പിന്നെ ഡാറ്റ അനലൈസ് ചെയ്യുന്നു, അങ്ങനെ റിസൾട്ട് എടുക്കുന്നു. സോ ദ ആൻസർ ഈസ് CADBE. Option number 2. The surface dividing the body into left and right halves is known as. Sagittal plane ആണ് ഉത്തരം. Sagittal plane, as you can see in the slide, I inserted a picture. രണ്ട് പോർഷൻ ആയിട്ട് ലെഫ്റ്റും റൈറ്റും ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സജിറ്റൽ പ്ലെയിൻ. രണ്ട് പകുതിയാക്കിയാണ്. Next question statement based question ആണ്. Type 1 error, rejection of null hypothesis when the null hypothesis is true. അതായത് റിസർച്ച് നടത്തി റിസൾട്ട് വന്നു, നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്, അതാണ് ഹൈപ്പോത്തീസിസ്. അത് ട്രൂ ആണ് നമുക്കറിയാം, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു അത് ഫാൾസ് ആണ്, അതാണ് ടൈപ്പ് 1 എറർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് 2 എറർ. സോ ഇവാലുവേറ്റിംഗ് ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, type 1 error is true, the statement 1 is true and statement 2 is false.
Next question. Professional preparation of physical education is governed by NCTE, National Council for Teacher Education, UGC. Who was the founder of YMCA College of Physical Education, Madras HC Buck? History of Physical Education. Arrange the following sports in ascending order according to their requisite number of playing members during the match. അതായത് കളിക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ഓരോ ഗെയിമും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ചെറുതിൽ നിന്നും വലുതിലേക്ക് കബഡി, then khokho, then volleyball, basketball, then football. Quadriceps muscle consists of how many organs or head? 4 head ആണുള്ളത്. That are rectus femoris, vastus lateralis head, vastus medialis head, and vastus intermedialis head. ഇതിൽ rectus femoris head, as you can see in the picture at the slide. Then vastus lateralis head here. Then vastus medialis. Then vastus intermedialis. Next question. Which of the following factors affecting validity? ഒരു ടെസ്റ്റിന്റെ വാലിഡിറ്റിക്ക് ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിന്റെ സ്പെസിഫിസിറ്റി, ഫെമിലിയാരിറ്റി ഓഫ് പാർട്ടിസിപ്പന്റ് വിത്ത് ദ ടെസ്റ്റ്, then relevance of test. ACD. Statement wise question ആണ്. റിസർച്ചിനും reason assertion question. A manager in sports organization can go by many titles like athletic manager, athletic director, sports director, club manager, etc. Every sports manager should have enough knowledge of sports desirable to have played sport at some level. ഇത് ഒരു ഇതിൻ്റെ ഉത്തരം വരിക both A and R are true. R is the correct explanation. ഒരു അത്ലറ്റിക് മാനേജർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ പല ടൈറ്റിലും വഹിക്കേണ്ട ഒരാളാണ് അത്ലറ്റിക് മാനേജർ, ഡയറക്ടർ, സ്പോർട്സ് ഡയറക്ടർ, ക്ലബ് മാനേജർ. ഒരു അത്ലറ്റിക് മാനേജറോ അല്ലെങ്കിൽ സ്പോർട്സ് മാനേജറോ ഏതെങ്കിലും ഒരു ലെവലിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു സ്പോർട്ടിൽ കളിച്ചിട്ടുള്ള ഒരാളാണ്. So moving on to the next question. Arrange the following steps in a subsequent order constructing a good physical fitness test. ഒരു നല്ല ഗുഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തൊക്കെ നോംസ് ആണ് വേണ്ടത്, അതിൻ്റെ സബ്സിക്വൻ്റൽ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, വാലിഡിറ്റി വേണം, റിലയബിലിറ്റി വേണം, ഒബ്ജക്റ്റിവിറ്റി, സെലക്ഷൻ ഓഫ് ഐറ്റംസ്, നോംസ്. ആ ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് വാലിഡ് ആവണം, വാലിഡിറ്റി വേണം. എൻഷുർ ദ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇൻറ്റൻഡ് ടു മെഷർ. എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. മേ ബി ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആവാം, സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ആവാം, സ്ട്രെങ്ത് മാത്രം ആവാം. അങ്ങനെ റിലയബിൾ ആവണം, അതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവണം. അങ്ങനത്തെ ടെസ്റ്റ് വേണം ചൂസ് ചെയ്യാൻ. Then next question. Then again reason assertion question. Pragmatism എന്ന് പറയുന്നത് തന്നെ എക്സാമ്പിൾ പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു പ്രാഗ്മാറ്റിസം ദ റിയാലിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് എക്സ്പീരിയൻസ്. The individual learns the truth through experience. Like I said, learning by doing. Education institute with pragmatic reason ആണ് പറയുന്നത്. Education institute with pragmatic orientation follow the approach of learning by doing when the child center approach. As you can see, option A ആണ് correct choice. Both A and R is correct. R is correct explanation. Next question. Learning pragmatism എന്ന് പറയുമ്പോൾ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കും. Then match the following. As you can see, assessment, non-based reference criterion, grading, compelling evaluated readings,
evaluation, classifying assessments, measurements, marks obtained from test. Next question. Which of the session of research proposal provide background information and critique of previous research done on this topic? The answer is review of literature. ഏത് സെക്ഷനിലാണ് റിസർച്ചിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ സ്റ്റഡീനെ പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ക്രിട്ടിക്സും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഇറ്റ് ഈസ് എ സെക്ഷൻ research present comprehensive overview of existing studies relevant to proposed research. This involves providing background information, identifying gaps, current knowledge, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് യൂസ് ചെയ്യുന്നത്. So thanks for watching. I will be back with more questions. Thank you.